ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 10:30 മണിയായിട്ടുണ്ട്. മോനൂസ് ഇങ്ങനെ കുറുമ്പ് പിടിക്കുകയാണ്. ഞാൻ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ചെയ്യേണ്ടിരിക്കട്ടെ. അവൻ വാശി പിടിച്ച് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് കടയിൽ നിന്ന് വരുമ്പോൾ പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവനും മോൾക്കും കൂടി പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം സനമോൾ വീണ്ടും എടുത്തു. അതിനാണിപ്പോൾ ഈ വാശീൻ്റെ പഴമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് കുറുമ്പ് പിടിച്ച് കരഞ്ഞ് കിടക്കുകയാണ്. മോള് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് പോകുന്ന വഴിയാണ് ഒരു വിധേന ഓനെടുത്ത് പോക്കി വാരി വലിച്ചെടുത്തു കൊണ്ടുവരാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന വീടിന് മോനെയും കൊണ്ടിട്ട് കടയിൽ കുട്ടികളാണ് പോകുന്നത്. നേരം 10:30 മണി ടൈമായി. രാവിലെ നേരം ഒത്ത് നീറ്റാ സമയം പോകണമെന്ന് അറിയില്ല. ഇവിടെ ആണെങ്കിൽ കടയിൽ നേരത്തെ എത്തും വേണം. ഒറ്റയ്ക്ക് ചായയും പൊറോട്ടയും കാര്യങ്ങളൊക്കെ നേരത്തെ പുലർച്ചയ്ക്ക് പോകും. ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളെ. കുട്ടികളെയും കൊണ്ടിട്ട് കടയിലേക്ക് രാവിലെ വരിക എന്ന് പറയുന്നത്. 4 മണിയാകുമ്പോഴത്തേന് സ്റ്റാർട്ടിങ് ആവണം. ഇവരാണെങ്കിൽ ഭയങ്കര വാശി. ഓടി മുന്നിൽ ഓടി പോവാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ പൊട്ടിത്തെറിച്ചും കൊണ്ടുള്ള ഒരാൾക്കാർ വിളേനൊക്കെ വന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് കുളിപ്പിച്ച് ഒരുക്കി ഒന്ന് അവിടുന്ന് പുറത്തിറങ്ങി ഇതാ വെയിലുദിച്ച് പുലർച്ചക്കൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇവർ കുറച്ചുകൂടി പോന്നപ്പോൾ ഭയങ്കര വാശി, നേരത്തെ എണീക്കില്ല അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ കടയിലെത്തി 10 മണിയാകുമ്പോഴത്തേനും ഇവിടുത്തെ കച്ചവടത്തിൻ്റെ കാര്യം സ്പീഡൊക്കെ കുറയും. രാവിലെ 10 മണി വരെയാണ് കച്ചവടം. ഞാൻ വന്നേക്ക് നല്ല തിരക്ക് തന്നെയായിരുന്നു. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും പറ്റില്ല. 10 മണിയാകുമ്പോഴത്തേനും അംഗൻവാടിയിൽ കൊണ്ടുപോയി ആക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ട്. കടയിലേക്ക് വന്നപ്പോൾ തന്നെ നേരെ വൈകിട്ടാണ് വന്നിരിക്കുന്നത്. മക്കളായിട്ട് രാവിലെ വരാനും ഒക്കൂല കേട്ടോ. ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ കടറ കാര്യമൊക്കെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. അങ്ങനത്തെ അവസ്ഥയാണ്. കഴിയൂല മക്കളെ. ചെറിയ കുട്ടികളെയും വയ്യാത്ത ഉമ്മാനെയൊക്കെ ആയിട്ട് കട കൊണ്ടടക്കാനും കഴിയാത്ത അവസ്ഥയാണ്. സമയത്തിന് ഊണുമില്ല, ഉറക്കമില്ല, ആവൂല. ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയില്ല. നോമ്പിന് ഞങ്ങളെന്തായാലും ഞങ്ങൾ നടത്തണില്ല കേട്ടോ. വേറെ ഒരു കാക്ക ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനി അവർക്ക് കൊടുക്കുള്ളൂ. എന്താ ചെയ്യാനാണ്, ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ അടുക്കളയിൽ വേഗം ചോറുണ്ടാക്കി കേട്ടോ. ചോറ് വെച്ചിട്ടാണ് കുക്കറിൽ. അപ്പോൾ ആകുമ്പോഴത്തേന് അവിടെ പോയിട്ട് അതൊക്കെ കഴുകി ക്ലീൻ ആക്കാൻ വിചാരിച്ചു. ഇനി കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ കടയിൽ. ഞങ്ങൾക്ക് കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ നോമ്പിൻ്റെ മുന്നേ നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട് ആലപ്പുഴ, അവൻ്റെ ക്ഷണമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചൂടൊക്കെ ആവും. പിന്നെ 3-4 മാസം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് യാത്ര പറ്റുള്ളൂ. ചൂടത്ത് പിന്നെ അങ്ങോട്ട് പോക്കുണ്ടല്ലോ, നോമ്പ് എന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ കഴുകട്ടെ കേട്ടോ. ഫോണിവിടെ വെച്ചാണ് വെച്ചിട്ട് സ്റ്റാൻഡൊക്കെ എടുക്കണം. അപ്പോൾ ഇനി അടുക്കളയത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് നേരം ലൈവൊക്കെ പോയി ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ അത്യാവശ്യം ഇനിയിപ്പോൾ ലേശം മീൻ കറി ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. സമയം എത്രയെന്നറിയോ? സമയം 3:30 മണിയായിട്ടോ. ഇനി കറി ഉണ്ടാക്കി കുട്ടികളെ വിടുന്നു. എന്നിട്ട് വേണം ചോറ് കഴിക്കാനും. എന്താണ് ഇപ്പോൾ നമ്മളെ സമയത്തിന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ മക്കളെ. ഹോട്ടൽ ഫീൽഡ് പറഞ്ഞാൽ അതാണ്. സമയത്തിന് ആഹാരം കഴിക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെയാണ് അവസ്ഥ. എന്തായാലും കുറച്ച് ദിവസം ഉള്ളൂ വരുമ്പോൾ പരിപാടികളൊക്കെ. ഇനിയിപ്പോൾ ഉള്ളി കാര്യങ്ങളൊക്കെ ഇനി കറി വെക്കാനൊക്കെ പോവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ
മുളകും പൊടി, ഒരു സ്പൂൺ, കുറച്ച് എനിക്ക് എരിവ് കുറവ് മതി, കുറച്ച് മതി, 1.5 സ്പൂണ് മുളക് പൊടി. ഇവിടെ നമ്മളെ മല്ലിപ്പാത്രം ഇപ്പോൾ അത് മല്ലി കേട്ടോ, നല്ല പൊടിപ്പിച്ചിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് സ്പൂൺ മാറ്റി എന്തൊക്കെ എടുത്തോടത്തേക്കന്നെ വെക്കട്ടല്ലേ നമ്മൾ ആൾക്കാരെടുത്തത്. നമുക്ക് പൊരിഞ്ഞ ചീത്തയൊക്കെ ഇനി തന്നെ രാവിലെ നേരത്തെ കടയിലേക്ക് വരാനിട്ട് നല്ല ആൾക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. എനിക്ക് കൊല്ലാനാ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിക്കണ്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക, വേണമെങ്കിൽ പിന്നെ ഇടാം. അപ്പോൾ ഇതിവിടെ മാങ്ങല്ല കേട്ടോ, പുളിയാണ്. അപ്പോൾ അത് പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളി ഒഴിച്ച് കൊടുക്കാം, ഒന്നിച്ച് ഇത് കുക്കറിൽ കാട്ടാവുന്ന ഇനി ഒന്നിച്ച് കുക്കറിൽ വെച്ചെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടെടുക്കാൻ പറഞ്ഞിട്ടത് ജാറിൽ അരച്ച് വെച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടെടുക്കാം. നമുക്കൊരു കയ്യിലൊക്കെ ഇട്ടിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം, എന്നാലേ കറി ഉണ്ടാവുള്ളൂ. അപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടാക്കിയതായിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ വെച്ചാണ്ട് ഒറ്റ വിസിലിന് കറി ആവണം. മറ്റേ ബാക്കിൽ ഇങ്ങനെ റൂമുണ്ട്, നേരത്തെ കോണിയുടെ റൂം വന്നിട്ടുണ്ടാവും. പിന്നെ നോമ്പായാൽ ഈ വഴുക്കൊന്നും നമ്മളുണ്ടാവില്ല കേട്ടോ. നോമ്പിന് സ്റ്റോപ്പായി. ഇതാണ് ആ റൂം. ഫ്രിഡ്ജ്, ഇതിൽ പൊറോട്ട മാവ് വയ്ക്കുന്ന മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് റൂം. ഇതിൽ മാവ് വയ്ക്കുന്ന മെഷീനാണ് കിടക്കുന്നത് കേട്ടോ. അതാ മൂലൊക്കെ. ഇത് നമ്മളെ ഫ്രിഡ്ജ്, ഇതിൻ്റെ വീട്ടിലത്തെ ഫ്രിഡ്ജാണ്. ഞങ്ങൾ ഈ കട എടുക്കുമ്പോൾ ഈ കടയിലൊരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, അത് കംപ്ലൈൻറ്റ്, 2 ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലൈൻ്റായിട്ട് കൊടുത്തു, ആക്രി കൊടുത്തു. അത് നേരാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയിട്ട് എൻ്റെ ഫ്രിഡ്ജാണിത്. അത് ഇവിടെ കൊടുത്തിട്ടു തര ഇവിടെ ബഹളം വെക്കുന്നു. അപ്പോൾ ഞാനിത് കറി അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് മത്തിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മത്തിയും കൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒരുമിച്ചാണ്ട് അല്പം പണിയാണ്. കുക്കർ വെച്ചു. ഇതാ പോക്കിരി, ഇത് 2 പോക്കിരിയാണ്. ഇതൊക്കെയാണ് ഒരാൾ. എടേ റെന്നടേ എന്നാ എന്താരാ എന്താണ് വച്ചാനാ പോക്കി പെണ്ണ് ഇങ്ങനെ കാണണമെന്ന് അറിയുന്നത്. എന്താ പോക്കിരിപ്പെണ്ണ് ഇവിടെ വെച്ചേക്കട്ടെ. ഫോണ് സൈഡിൽ ചാരി വെച്ചിട്ടാണ്. 2 വിസിലായാൽ കറിയായി. ഇനി കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ എടുത്തിട്ട് ചെറിയ ഉള്ളിയിൽ അങ്ങോട്ട് വറവിട്ടാൽ കറി സൂപ്പറായി. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഓക്കെ, വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഓയിൽ എടുക്കാം. വിശുദ്ധ ഖുർആനിലെ അജയ്യതയിൽ വിസ്മയം തീർക്കുന്ന ഉസ്താദ് അനസ് അമാനി പുഷ്പയിൽ വിശ്വാസിയുടെ റമളാൻ എന്ന വിഷയത്തിൽ ഗഹനഗംഭീരമായ പ്രഭാഷണം നിർവഹിക്കുമ്പോൾ
അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരു വൈൻഡപ്പ് വീഡിയോ പറയാൻ വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ. വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ വൈൻഡപ്പ് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ, ഒരു അവസാനമില്ലാത്ത പോക്കാവൂലേ. അപ്പോൾ ഹായ്.